മുത്തലാഖ് വോട്ടെടുപ്പിൽ ലോക്സഭയിൽ നിന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി എം.പി. വിട്ടുനിന്നതിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ്. ബില്ല് ബഹിഷ്കരിക്കാനായിരുന്നു മുസ്ലിം ലീഗിന്റെ ആദ്യ തീരുമാനമെന്ന് എം.കെ. മുനീർ എം.എൽ.എ. പറഞ്ഞു. എതിർത്ത് വോട്ട് ചെയ്യാനുള്ള തീരുമാനം ഇ.ടി. യുക്തിപൂർവ്വം എടുത്തതാണ്. ലോക്സഭയിൽ എത്താതിരുന്നതിന് വിവാഹമല്ലാത്ത മറ്റു കാര്യങ്ങളുമുണ്ടാകും. ബാക്കി കാര്യങ്ങൾ കുഞ്ഞാലിക്കുട്ടി തന്നെ വിശദീകരിക്കുമെന്നും എം.കെ. മുനീർ പറഞ്ഞു. ആ പാർട്ടി എന്നുള്ള നിലക്ക് ആ പാർട്ടിക്ക് ആ സമയത്ത് തോന്നുന്ന ഒരു ഡിസിഷൻ അതാണ് ഉചിതം. കാരണം അതിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ്, ഒരു എതിർ വോട്ട് അതിനു വേണ്ടി കൊടുക്കുക എന്നുള്ളതാണെന്ന് ലീഗ് അതിനകത്തെടുക്കുന്ന ഒരു ഡിസിഷൻ അനുസരിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യുക്തിപൂർവമാണ്. രണ്ടും രണ്ട് തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ്. അത് ദേശീയ സമിതി എടുക്കേണ്ട ഒരു ഡിസിഷൻ ആണ്. എന്തുകൊണ്ടത് എടുത്തു എന്നുള്ളത് അവർക്കാണ് കൂടുതൽ ക്ലാരിറ്റിയിൽ പറയാൻ പറ്റും. അതല്ല അതിൻ്റെ എന്താ റീസൺ എന്നുള്ളത്, കല്യാണമായിരുന്നു എന്താ റീസൺ എന്നുള്ളത് അദ്ദേഹമാണ് പറയേണ്ടത്. മുഹമ്മദ് ഷഹീദ് ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഷഹീദ്, ഇത്തരത്തിൽ ഒരു വിശദീകരണം അത് എങ്ങും തൊടാതെ തൊട്ടു പറഞ്ഞു പോവുകയാണ് എം.കെ. മുനീർ. ഇപ്പോഴും പ്രതിക്കൂട്ടിൽ തന്നെയല്ലേ ലീഗും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ നിൽക്കുന്നത്? ഈ വിവാഹത്തിനപ്പുറം മറ്റെന്തെങ്കിലും പരിപാടികൾ, ഔദ്യോഗിക പരിപാടികൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? രഞ്ജിത്ത്, തീർച്ചയായും മുസ്ലിം ലീഗ് ഈ വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടതിനു ശേഷം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.പി.എ. മജീദും ഒപ്പം ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവ് എം.കെ. മുനീറും പ്രതികരിച്ചു. പക്ഷെ രണ്ടുപേരും പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ പ്രതിരോധിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. രണ്ടുപേരും ആദ്യ പ്രതികരണം പി.കെ. കുഞ്ഞാലിക്കുട്ടി തന്നെ, ഈ ലോക്സഭയിൽ നിന്ന് വിട്ടുനിന്ന പി.കെ. കുഞ്ഞാലിക്കുട്ടി തന്നെ പറയട്ടെ എന്ന ഒരു നിലപാടാണ് എടുത്തത് എന്നുള്ളത് ശ്രദ്ധേയമായി നമ്മൾ രാവിലെ കെ.പി. പറഞ്ഞത് ഇങ്ങനെ തന്നെയായിരുന്നു. പി.കെ. കുഞ്ഞാലിക്കുട്ടി ആദ്യം പ്രതികരിക്കട്ടെ, അദ്ദേഹത്തിനോട് തന്നെ ഇക്കാര്യം ചോദിക്കൂ എന്നുള്ള പ്രതികരണമാണോ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ എം.കെ. മുനീറും ആദ്യം ചെറിയ രീതിയിലുള്ള പ്രതിരോധത്തിന് എം.കെ. മുനീർ ശ്രമിച്ചെങ്കിൽ പോലും തുടർച്ചയായുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പി.കെ. കുഞ്ഞാലിക്കുട്ടിയിലേക്ക് ഇതിന്റെ ഉത്തരവാദിത്തം കൈമാറുകയായിരുന്നു. കാരണം വിട്ടുനിന്നത് പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണ്, ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ ആദ്യം പ്രതികരിക്കട്ടെ, അതിനുശേഷം പിന്നീട് നമുക്ക് ഇതേക്കുറിച്ചുള്ള ചർച്ചയാകാം എന്നൊരു നിലപാടിലേക്ക് മന്ത്രി എം.കെ. മുനീർ എത്തി എന്നുള്ളതാണ് ശ്രദ്ധേയം. അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ഈ മൊത്തത്തിൽ ഈ ബില്ല് വോട്ടെടുപ്പ് ബഹിഷ്കരിക്കാനായിരുന്നു കോൺഗ്രസ് മുസ്ലിം ലീഗും ഒക്കെ ആദ്യം എടുത്ത പൊതുവായുള്ള തീരുമാനം. പിന്നീട് ഇ.ടി. മുഹമ്മദ് ബഷീർ എങ്ങനെ വോട്ട് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് അത് ആ പാർലമെന്റിനുള്ളിൽ ആ സമയത്ത് ഇ.ടി. മുഹമ്മദ് ബഷീർ യുക്തിപൂർവ്വം എടുത്തൊരു തീരുമാനമാണ്, അത് യുക്തിസഹമായ ഒരു തീരുമാനമാണ് അദ്ദേഹം എടുത്തത് എന്നാണ് പറയുന്നത്. പക്ഷേ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചെങ്കിൽ കൂടി പാർലമെന്റിൽ നിന്നും ഇന്നലെ ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് ലോക്സഭയിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കാനുള്ള ഒരു തീരുമാനം ഒരിക്കലും മുസ്ലിം ലീഗോ കോൺഗ്രസോ എടുത്തിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. വോട്ടെടുപ്പ് ബഹിഷ്കരിക്കാനാണ് തീരുമാനം. അത് കോൺഗ്രസ് ഒക്കെ ഇന്നലെ സഭയിൽ അത് പ്രകടിപ്പിച്ചത് വളരെ കൃത്യമായ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ട് വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുകയായിരുന്നു. പക്ഷേ മറിച്ച് പി.കെ. കുഞ്ഞാലിക്കുട്ടി പാർലമെന്റിൽ പോകാതെ, ഡൽഹിയിലേക്ക് പോകാതെ നാട്ടിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു. ഇത് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഇത് വിവാഹമല്ലാത്ത മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അദ്ദേഹമാണ് പറയേണ്ടത്, അഥവാ അത് പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണ് പറയേണ്ടത് എന്നുള്ളൊരു വിശദീകരണം നൽകി എം.കെ. മുനീർ ഒഴിഞ്ഞു മാറുകയായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റ് ഔദ്യോഗിക പരിപാടികളോ മറ്റ് പാർട്ടി പരിപാടികളോ ഒന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് ഇന്നലെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഈ തിരൂരിലെ വ്യവസായ പ്രമുഖന്റെ പരിപാടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണം മാത്രമായിരുന്നു പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് ഉണ്ടായിരുന്നത്. ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ഈ പാർലമെന്റ് സെഷൻ അല്ലെങ്കിൽ ലോക്സഭാ ബില്ല് അവതരിപ്പിക്കുന്ന ഇന്നലെ ലോക്സഭയിൽ എത്താതിരുന്നത് എന്നുള്ളതാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം, മുസ്ലിം ലീഗ് നേതാക്കന്മാർ ആരും പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ പ്രതിരോധിക്കാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹം നേതാക്കൾ മുനീറിന്റെ വാക്കുകളിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലീഗ് എല്ലാ സംഘടനകളിൽ നിന്നും, പ്രത്യേകിച്ചും ഇടതുപക്ഷം നിന്നൊക്കെ വലിയ വിമർശനം ഏറ്റുവാങ്ങുന്നു. മറ്റ് മുസ്ലിം സംഘടനകളിലും ലീഗിനെ എതിർക്കുന്നു. കെ.ടി. ജലീലടക്കം രാജിയടക്കം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇത്തരത്തിൽ വല്ലാത്ത പ്രതിരോധത്തിലാണ് ലീഗ് എന്ന് മനസ്സിലാക്കാം. ഒപ്പം കുഞ്ഞാലിക്കുട്ടിയെ സംരക്ഷിക്കാൻ മറ്റു നേതാക്കൾ തയ്യാറാവുന്നില്ല. മുനീർ പോലും ഒന്ന് തൊട്ടു പറഞ്ഞു പോയി എന്നല്ലാതെ പൂർണ്ണമായും കുഞ്ഞാലിക്കുട്ടിയെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുമില്ല. കുഞ്ഞാലിക്കുട്ടി എന്തുകൊണ്ടാണ് നിലപാട് വ്യക്തമാക്കാത്തത്? അദ്ദേഹം എവിടെയാണുള്ളത്? അദ്ദേഹം കൃത്യമായി ഇത്ര വിവാദങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടും പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ്? രഞ്ജിത്ത്, അദ്ദേഹം ഇന്ന് രാവിലെ ദുബായിലേക്ക് പോയിട്ടുണ്ട്. മറ്റ് പരിപാടികളുമായി ദുബായിൽ ചില പരിപാടികൾ അദ്ദേഹത്തിനുണ്ട്, അവിടെയാണുള്ളത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നമ്മോട് അറിയിച്ചിരിക്കുന്നത് ദുബായിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ ഇന്നലെ മുത്തലാഖ് പാസാക്കുന്ന പാർലമെന്റ് സെഷനിൽ ലോക്സഭയിൽ പങ്കെടുക്കാതിരുന്നത് എന്ന് അദ്ദേഹം നിലപാട് വ്യക്തമാക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇതുവരെ അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ പ്രതികരണമൊന്നും അവിടെ നിന്നും എത്തിയിട്ടില്ല. ഈ മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഈ അദ്ദേഹത്തെ പ്രതിരോധിക്കാതിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ വേണ്ടി രംഗത്ത് വരാതിരിക്കുന്നതിന് കാരണം ഒരു കാര്യമുണ്ട്. കാരണം തുടർച്ചയായി 2ാം തവണയാണ് ഇത് മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നടപടി ഉണ്ടാകുന്നത്. നേരത്തെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സമയത്ത് മുസ്ലിം ലീഗ് എം.പി. ആയി അദ്ദേഹം മലപ്പുറത്തു നിന്നും ഉപതെരഞ്ഞെടുപ്പിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട് 2 മാസത്തിന് ശേഷമാണ് ആദ്യമായി ഒരു പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ പാർലമെന്റിൽ നടത്തേണ്ട ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്.
ആ സമയത്ത് പ്രതിപക്ഷം ഒന്നടങ്കം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ ഒരു രാഷ്ട്രീയ നീക്കം പാർലമെന്റിൽ നടത്തുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് കുഞ്ഞാലിക്കുട്ടിയും പി വി അബ്ദുൽ വഹാബും രണ്ടുപേരും അന്ന് പാർലമെന്റിൽ എത്തിയില്ല. വിമാനം വൈകുന്ന ഒരു കാരണമായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അന്ന് മുസ്ലിം ലീഗ് നേതൃത്വം വലിയ പ്രതിരോധത്തിലായിരുന്നു. വലിയ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നു. അതായത് ദേശീയ രാഷ്ട്രീയത്തിൽ ഇടപെടൽ നടത്തുമെന്നും ഈ സംഘപരിവാറിനെതിരെ വലിയ രാഷ്ട്രീയ മുന്നേറ്റം നടത്തുമെന്നും പറഞ്ഞ് ഡൽഹിയിലേക്ക് പോയ കുഞ്ഞാലിക്കുട്ടി എന്തുകൊണ്ട് ഇത്തരമൊരു നിർണായകമായ ദിവസം അന്ന് പാർലമെന്റിൽ എത്തിയില്ല എന്നൊരു ചോദ്യം അന്ന് മുസ്ലിം ലീഗ് നേതൃത്വത്തെ വളരെ കുഴക്കിയിരുന്നു. ഏറെ പ്രയാസപ്പെട്ടാണ് അന്നൊരു വിശദീകരണം, അഥവാ വിമാനം വൈകിയത് കാരണമാണ് അത്തരമൊരു പാർലമെന്റിൽ എത്താൻ കഴിയാത്ത ഒരു വിശദീകരണത്തിലേക്ക് പോയത്. അത് തന്നെ വളരെ അവിശ്വസനീയമായ ഒരു വിധമായിരുന്നു അവർ വിശദീകരിച്ചിരുന്നത്. അതിനെ തുടർന്ന് അന്ന് ഈ സംഭവം തന്നെ പ്രതിപക്ഷം അതിനുശേഷം CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുസ്ലിം ലീഗിനെതിരെ വലിയ രാഷ്ട്രീയ ആയുധമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാം തവണയും സമാനമായ രീതിയിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തുനിന്നും ഒരു നടപടി ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മുസ്ലിം ലീഗിന്റെ ആഭ്യന്തര രാഷ്ട്രീയവുമായി തന്നെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേതാക്കന്മാരാരും ഇതുവരെ ഒരു ശക്തമായ ഒരു പ്രതിരോധവുമായി രംഗത്ത് വരാതിരിക്കുന്നത്. ശരി, മുഹമ്മദ് ഷഹീദ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയതരാം. പി കെ കുഞ്ഞാലിക്കുട്ടിയെ പ്രതിരോധിക്കാൻ മുസ്ലിം ലീഗ് പാടുപെടുമ്പോൾ പ്രശ്നത്തിൽ നിശിത വിമർശനമുയർത്തി ആഞ്ഞടിക്കുകയാണ് ഇടതുപക്ഷവും മുസ്ലിം മതസംഘടനകളും. മന്ത്രി KT ജലീലും INL-ഉം MES-ഉം കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രംഗത്ത് വന്നു. പി കെ കുഞ്ഞാലിക്കുട്ടിയുടേത് കടുത്ത അപരാധമെന്നായിരുന്നു മന്ത്രി KT ജലീലിന്റെ പ്രതികരണം. പ്രാദേശിക കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുള്ളവരെ ഏറെ ഉത്തരവാദിത്വമുള്ള ലോക്സഭയിലേക്ക് അയക്കരുതെന്ന് ജലീൽ പറഞ്ഞു. ഇതിനൊന്നും പോകാൻ സൗകര്യമില്ലാത്ത ആളുകളെ എന്തിനാണ് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പറഞ്ഞയക്കുന്നത്? മുസ്ലിം ലീഗിന്റെ പാർലമെന്റിലെ പാർട്ടി ലീഡർ കൂടിയാണ് പങ്കെടുക്കാതിരിക്കുന്നത്. ഇത് തികഞ്ഞ നിരുത്തരവാദിത്തമാണ്. മുത്തലാഖിനേക്കാൾ കുഞ്ഞാലിക്കുട്ടിക്ക് പ്രിയം വ്യവസായ താല്പര്യങ്ങളാണെന്നായിരുന്നു INL-ന്റെ പ്രതികരണം. ലീഗ് BJP കൂട്ടുകെട്ടാണ് ഇതോടെ തെളിയുന്നതെന്ന് INL സംസ്ഥാന സെക്രട്ടറി NK അബ്ദുൽ അസീസ് ആരോപിച്ചു. ഇതിനേക്കാൾ പ്രധാനം കച്ചവടവും വ്യവസായികളുടെ താല്പര്യവുമാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള നിലപാടാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല, രണ്ടാം തവണയും ഇത് ആവർത്തിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും BJP-യുമായി അവർക്കുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ധാരണ തീർച്ചയായും ഉണ്ട് എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇന്നലെ പുറത്തു വന്നിട്ടുള്ളത്. കുഞ്ഞാലിക്കുട്ടിയുടെ വിട്ടുനിൽക്കൽ തെറ്റായി പോയെന്നാണ് MES സംസ്ഥാന പ്രസിഡന്റ് ഫസൽ ഗഫൂറിന്റെ വിലയിരുത്തൽ. കുഞ്ഞാലിക്കുട്ടിയാണ് എന്ത് സാഹചര്യത്തിലാണ് അദ്ദേഹം വിവാഹത്തിൽ പോയിരുന്നത്? ഇതൊരു ചെറിയ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എപ്പോഴും ലീഗിനൊപ്പം നിൽക്കുന്ന EK സുന്നി വിഭാഗത്തിന് കടുത്ത പ്രതിഷേധം പ്രശ്നത്തിലുണ്ടെങ്കിലും ഇതുവരെ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. ന്യൂസ് 18 മലപ്പുറം. മുത്തലാഖ് വിഷയത്തിൽ കോൺഗ്രസിന് ഇരട്ടത്താപ്പെന്ന് CPM. ബിൽ ചർച്ച ചെയ്യുന്നതിനിടെ കോൺഗ്രസ് ഇറങ്ങിപ്പോയത് പ്രതിപക്ഷം നേരത്തെ ഉണ്ടാക്കിയ ധാരണയ്ക്ക് വിരുദ്ധമാണെന്ന് CPM MP-മാർ ആരോപിച്ചു. മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടി വോട്ടെടുപ്പിന് വന്നില്ല. മുത്തലാഖിന് ഒരു തരത്തിലും CPM അംഗീകരിക്കുന്നില്ലെന്നും മുൻപ് തന്നെ അത് വ്യക്തമാക്കിയിരുന്നുവെന്നും ഇടത് MP-മാർ ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം CPM-നെതിരെ കേരളത്തിലൊക്കെ വളരെ ശക്തമായിട്ട് ന്യൂനപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന പാർട്ടിയാണല്ലോ. എന്താ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ നേതാവ് ഈ വോട്ടെടുപ്പ് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പോലും വോട്ടെടുപ്പിൽ വരാൻ തയ്യാറാകാതിരുന്നത്? പി കെ കുഞ്ഞാലിക്കുട്ടി അവരുടെ പാർലമെൻറ്റിലെ നേതാവാണ്, അഖിലേന്ത്യാ നേതാവാണ്. ഇത് ഈ പ്രാവശ്യം മാത്രമല്ലല്ലോ, പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ ഇത് തന്നെ കാണാൻ സാധിച്ചു. രണ്ടുപേരും യഥാർത്ഥത്തിൽ BJP സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള വോട്ടെടുപ്പിൽ വരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ അന്നായാലും ഇപ്പോൾ 11 വോട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ 11 വോട്ട് യഥാർത്ഥത്തിൽ ചരിത്ര പ്രസിദ്ധമായ വോട്ട് തന്നെയാണ്. ഈ 11-ൽ 8 CPM-ൻ്റെതാണ്. മറ്റു വാർത്തയിലേക്ക് പോയാൽ ഗ്രാമീണ മേഖലയിൽ ജനസാന്ദ്രത കൂടിയ തീരപ്രദേശങ്ങളിലെ വികസന നിരോധന പരിധിയിൽ ഇളവ്. നിരോധന പരിധി 200 നിന്ന് 50 മീറ്ററായി കുറച്ചു. കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച പുതിയ തീരമേഖലാ വിജ്ഞാപനത്തിലാണ് തീരുമാനം. ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, സമഗ്രമായ മാറ്റം ഈ തീരമേഖലാ പരിപാലനവുമായി ബന്ധപ്പെട്ട് നിയമവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ പുതിയ വിജ്ഞാപനത്തിലുള്ളത്? തീർച്ചയായും തീരദേശ വിജ്ഞാപനത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകരിച്ചിരിക്കുന്ന തീരദേശ വിജ്ഞാപനം. 2011 വിജ്ഞാപനത്തിന് പകരമാണ് പുതിയ വിജ്ഞാപനത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഗ്രാമീണ മേഖലയിലെ തീരദേശ മേഖല 3-ൽ വലിയ ഇളവുകൾ കൊണ്ടുവരണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. കാരണം മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവർക്ക് ഭവന നിർമ്മാണത്തിനും മറ്റും വികസന നിരോധിത പരിധിയിൽ ഇളവ് വരുത്തണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരുന്നത്. ഇതുപ്രകാരമാണ് ഗ്രാമീണ മേഖല ഉൾപ്പെടുന്ന തീരമേഖല 3-ൽ 200 മീറ്റർ പരിധിയിൽ നിന്ന്
തുടർന്നാണ് വികസന നിരോധിത പരിധി 50 മീറ്ററായി കുറയ്ക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടൂറിസത്തിനായി താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ടൂറിസം മേഖലയ്ക്കായുള്ള ഇളവുകൾ എതിർപ്പുകൾക്കും പരിസ്ഥിതി പ്രവർത്തകരുടെ ഒക്കെ എതിർപ്പുകൾക്കും വിവാദങ്ങൾക്കും ഇടയായേക്കാം. അതേസമയം മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള ഇളവുകൾ അതിനോട് പിന്തുണയും ലഭിക്കാനുള്ള സാധ്യതയാണുള്ളത് സംസ്ഥാനങ്ങളിൽ നിന്നും. അതോടൊപ്പം തന്നെ മന്ത്രിസഭാ യോഗം ബഹിരാകാശത്തേക്ക് ഇന്ത്യൻ പൗരന്മാരെ വിടുന്നതിനായുള്ള ഗഗൻയാൻ പദ്ധതിക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. 10,000 കോടി രൂപയാണ് 3 ഇന്ത്യക്കാരെ ഒരാഴ്ചത്തേക്ക് ബഹിരാകാശത്തേക്ക് വിടാനുള്ള പദ്ധതിയുടെ ഭാഗമായി കണക്കുകൂട്ടുന്നത്. കൊപ്രയുടെ താങ്ങുവില കൂട്ടാനുള്ള തീരുമാനവും കേന്ദ്ര മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. രഞ്ജിത്ത്. ശരി ഉണ്ണി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരമനുഷ്ഠിക്കുന്ന ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് നീക്കി. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ ശിവരാജൻ പകരം നിരാഹാര സമരം നയിക്കും. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഉമേഷ്, ഈ സമരം എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ബി.ജെ.പി. തീരുമാനം? ഇപ്പോൾ പുതുതായി നിരാഹാര സമരം അവരുടെ നേതാവ് തന്നെ ആരംഭിച്ചിരിക്കുകയാണല്ലോ. എൻ ശിവരാജനാണ്, ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയ എൻ ശിവരാജനാണ് ഇപ്പോൾ 4ാമതായി നിരാഹാര സമരം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അദ്ദേഹം നിരാഹാര സമരം ഏറ്റെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് പാർട്ടി എന്നാവശ്യപ്പെടുന്നു അത്രയും ദിവസം താൻ നിരാഹാര സമരത്തിൽ ഉണ്ടാകും. അതിന് മറ്റാര് പിന്മാറാൻ പറഞ്ഞാലും പിന്മാറില്ല, ആരോഗ്യസ്ഥിതി മോശമായാലും പിന്മാറില്ല, പാർട്ടി തുടരാൻ അനുവദിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്പം മുൻപാണ്, അതായത് 3:30 കൂടിയാണ് ശോഭാ സുരേന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയത്. 10 ദിവസമായി ശോഭാ സുരേന്ദ്രൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരത്തിലാണ്. ഡോക്ടർമാരെത്തി ശാരീരിക പരിശോധന നടത്തിയപ്പോൾ ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ട് എന്ന് റിപ്പോർട്ട് പോലീസിന് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസാണ് ശോഭാ സുരേന്ദ്രനോട് മാറണം അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് നീക്കുമെന്നറിയിച്ചത്. തുടർന്ന് ബി.ജെ.പി. ഉന്നത നേതാക്കളുമായി ആശയവിനിമയം നടത്തിയ ശേഷം ഉച്ചയ്ക്ക് ശേഷം അറസ്റ്റ് വരിക്കാൻ തയ്യാറാണ് എന്ന് ബി.ജെ.പി. നേതാക്കൾ അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ശോഭാ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ശിവരാജൻ നിരാഹാര സമരം ആരംഭിച്ചു. ഇതോടുകൂടി ബി.ജെ.പിയുടെ നിരാഹാര സമരം 4ാമത്തെ ആളാണ് നിരാഹാര സമരം ആരംഭിക്കുന്നത്. 26 ദിവസം ഇന്ന് തികയാണ് നിരാഹാര സമരം ആരംഭിച്ചിട്ടും. ശരി ഉമേഷ്. മുന്നണി വിപുലീകരണത്തിലെ അതൃപ്തി തുറന്നു പറഞ്ഞ് വി.എസ്. അച്യുതാനന്ദൻ. സ്ത്രീവിരുദ്ധതയും സവർണ മേധാവിത്വവും ഉയർത്തിപ്പിടിക്കുന്നവർക്കും വർഗീയ കക്ഷികൾക്കുമുള്ള ഇടത്താവളമല്ല ഇടതുമുന്നണിയെന്ന് വി.എസ്. പറഞ്ഞു. കേരള കോൺഗ്രസ് ബിയുടെയും INLന്റെയും മുന്നണി പ്രവേശനത്തിനെതിരെയാണ് വി.എസിന്റെ വിമർശനം. ഘടകകക്ഷിയായാലും ബാലകൃഷ്ണപിള്ളയോടുള്ള നിലപാടിൽ മാറ്റമുണ്ടാകില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് വി.എസിന്റെ രൂക്ഷ വിമർശനം. വർഗീയ കക്ഷിയായി കണ്ട് പതിറ്റാണ്ടുകളോളം ഇടതുമുന്നണി മാറ്റി നിർത്തിയിരുന്ന INLന്റെ മുന്നണി പ്രവേശനത്തോടുള്ള അതൃപ്തിയും വി.എസ്. പരസ്യമാക്കുന്നു. കാലഹരണപ്പെട്ട അനാചാരങ്ങളും സ്ത്രീ വിരുദ്ധതയും സവർണ മേധാവിത്വവും ഉയർത്തിപ്പിടിക്കുന്നവർ വർഗീയ കക്ഷികൾ എന്നിങ്ങനെയുള്ളവർക്കുള്ള ഇടത്താവളമല്ല ഇടതുപക്ഷ കൂട്ടായ്മകളും മുന്നണികളും. ശബരിമല സ്ത്രീ പ്രവേശനത്തിനെതിരെയുള്ള ബാലകൃഷ്ണപിള്ളയുടെ മുൻ നിലപാടിനെയും വി.എസ്. ചോദ്യം ചെയ്യുന്നു. കുടുംബത്തിൽ പിറന്ന സ്ത്രീകൾക്ക് ശബരിമലയിൽ പോവില്ല എന്ന നിലപാടുള്ളവരും സ്ത്രീകൾ തങ്ങളുടെ ഭരണഘടന അവകാശം വിനിയോഗിക്കരുത് എന്ന് ആഹ്വാനം ചെയ്യുന്നവരും ഇടതുപക്ഷത്തിന് ബാധ്യതയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വി.എസിന്റെ വിമർശനത്തോടുള്ള പിള്ളയുടെ പ്രതികരണം ഇങ്ങനെ: ഞങ്ങളുടെ മുന്നണി തലമുണ്ടായിരുന്നവരാ ഇപ്പൊ ഇത് ഒരു സാങ്കേതിക പ്രശ്നമാണെന്ന് മറ്റോ ആയിരിക്കും കാണിക്കുന്നത്. മുന്നണി ഔപചാരികമായ ഒരു തീരുമാനം എടുത്തില്ല, അതിപ്പോ എടുത്തു എന്നുള്ളതല്ലേ ഉള്ളൂ. മുന്നണി വികസനം ചർച്ച ചെയ്യേണ്ടത് സംസ്ഥാനത്താണെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ന്യൂസ് 18 ഡൽഹി, തിരുവനന്തപുരം.
VSന്റെ വിമർശനത്തിൽ പ്രതികരിച്ച സീതാറാം യെച്ചൂരി LDF വിപുലീകരണം സംബന്ധിച്ച വിഷയം സംസ്ഥാനത്താണ് ചർച്ച ചെയ്യേണ്ടത്. എന്തു ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അവിടെ തീരുമാനമെടുക്കണം. LDF വിപുലീകരണം സംബന്ധിച്ച പരാതി ലഭിച്ചിട്ടില്ലെന്നും യെച്ചൂരി പറഞ്ഞു. R. ബാലകൃഷ്ണപിള്ളയെ പേരെടുത്ത് പറയാതെ രൂക്ഷമായി വിമർശിച്ച് NSS. ഇടതുമുന്നണിയിൽ പുതുതായി ചേക്കേറിയ നായർ നേതാക്കളുടെ പരിപ്പ് കേരളത്തിൽ വേവില്ലെന്ന് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുക എന്ന നിലപാടിൽ സംഘടന ഉറച്ചു നിൽക്കുമെന്നും NSS വ്യക്തമാക്കി. NSSന് സമദൂര നിലപാടിൽ നിന്ന് മാറാൻ അവകാശമില്ലെന്ന് കഴിഞ്ഞ ദിവസം ബാലകൃഷ്ണപിള്ള പറഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് രൂക്ഷ വിമർശനവുമായി NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ രംഗത്തെത്തിയത്. അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ലെന്ന് പറഞ്ഞതിനാണ് ഒരു പ്രബല മുന്നണിയിലെ നേതാക്കൾ NSSനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഇതിലിപ്പോൾ ചേക്കേറിയ നേതാവുമുണ്ട്. അവർ നായന്മാർ കൂടിയാകുമ്പോൾ എന്തുമാകാമെന്നാണ് കരുതുന്നത്. എന്നാൽ ആ പരിപ്പൊന്നും NSS മുന്നിൽ വേവില്ലെന്നും സുകുമാരൻ നായർ പ്രസ്താവനയിൽ പറയുന്നു. പുറത്തുനിന്ന് എതിർക്കുന്നവരെ നേരിടാനും അകത്തുനിന്ന് വിള്ളലുണ്ടാക്കുന്നവരെ ഒറ്റപ്പെടുത്താനും സംഘടനയ്ക്ക് ശക്തിയുണ്ട്. ശബരിമലയിൽ യുവതികളെ പ്രവേശിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോഴാണ് സർക്കാർ വനിതാ മതിൽ തീർക്കാൻ ഒരുങ്ങിയത്. സമ്മർദ്ദം ഉപയോഗിച്ചുള്ള മതിൽ വനിതാ മതിലാകില്ലെന്നും NSS വിമർശിക്കുന്നു. സമദൂരത്തിന്റെ കാര്യത്തിലും ആചാര സംരക്ഷണത്തിന്റെ കാര്യത്തിലും മുൻനിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും NSS വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. 4 ദിവസം മാത്രം ശേഷിക്കെ വനിതാ മതിലിനെ ചൊല്ലി സർക്കാർ പ്രതിപക്ഷ പോര് മൂർച്ഛിക്കുന്നു. പ്രതിരോധം തീർക്കാൻ UDF അനുകൂല വനിതാ സംഘടനകളുടെ യോഗം നാളെ ചേരും. സർക്കാർ ചെലവിൽ ജനതയെ വേർതിരിക്കാനാണ് ശ്രമമെന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ആരോപിച്ചു. മതിലിന് ശബരിമലയുമായി ബന്ധമില്ലെന്നായിരുന്നു G. സുധാകരന്റെ പ്രതികരണം. സർക്കാർ സംവിധാനത്തെ ദുരുപയോഗം ചെയ്താണ് വനിതാ മതിൽ സംഘടിപ്പിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ് പറഞ്ഞു. വനിതാ മതിലിന് ബദൽ സംഘടിപ്പിക്കാൻ UDF അനുകൂല വനിതാ സംഘടനകളുടെ യോഗം നാളെ ചേരും. നാളെ വനിതാ സംഘടനകളുടെ UDF അനുകൂല വനിതാ സംഘടനകളുടെ മതേതര വനിതാ സംഗമം മലപ്പുറത്ത് എല്ലാ ജില്ലകളിലും നടക്കുന്നുണ്ട്. വനിതാ മതിലിന് ശബരിമലയുമായി ബന്ധമില്ലെന്ന് മന്ത്രി G. സുധാകരൻ പറഞ്ഞപ്പോൾ മതിൽ തകർക്കാൻ ആർക്കും കഴിയില്ലെന്നായിരുന്നു മന്ത്രി തോമസ് ഐസക്കിന്റെ പ്രതികരണം. വനിതാ മതിൽ എന്ന് പറഞ്ഞാൽ ശബരിമല പ്രശ്നത്തിലല്ലല്ലോ, മൊത്തത്തിൽ കേരളത്തിന്റെ നവോത്ഥാനത്തിനായിട്ടുള്ള ഒരു കാലം, നവോത്ഥാന ചിന്ത എന്നും ഉണ്ടെങ്കിലും അത് സമൂർത്തമായി വന്നൊരു മൂവ്മെന്റായി വരേണ്ട ഒരു കാലമാണിപ്പോൾ. മതിൽ കൊണ്ട് മനുഷ്യനെ വേർതിരിക്കാനാണ് ശ്രമമെന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞു. ഈ സർക്കാർ ചെലവിലൊരു മതിലുണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ മനസ്സിനെ മതിലുകൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുമോ? ഇതല്ലേ അമേരിക്കയിൽ ചിലർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഭിത്തികളുണ്ടാക്കുക, മതിലുകളുണ്ടാക്കുക. അതുകൊണ്ടൊന്നും മനുഷ്യ മനസ്സിനെയോ ഹൃദയത്തിനെയോ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഇതൊക്കെ അതിനപ്പുറത്തുള്ള ഒരു വികാരമാണ് അയ്യപ്പനെന്ന് പറഞ്ഞാൽ. തദ്ദേശ സ്വയംഭരണ സംവിധാനത്തെയും കുടുംബശ്രീകളെയും പങ്കെടുപ്പിച്ച് മതിൽ വിജയിപ്പിക്കാനുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണ്. UDF BJP അനുകൂല ഭരണസമിതികൾ പ്രതിരോധ നീക്കങ്ങളും ശക്തമാക്കി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വനിതാ മതിലുമായി സഹകരിക്കുമെന്ന് പ്രഖ്യാപിച്ച BDJSനെ NDAയിൽ ഉറപ്പിച്ചു നിർത്താനും അടർത്തിയെടുക്കാനും ഊർജിത രാഷ്ട്രീയ നീക്കം. തുഷാർ വെള്ളാപ്പള്ളിയുമായി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്നെ സംസാരിച്ചതായാണ് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമുണ്ടാകില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് BJP നേതാക്കൾ അവകാശപ്പെട്ടു. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് ശേഷമാണ് തുഷാർ വെള്ളാപ്പള്ളിയും BDJSും NDAയുടെ ഭാഗമായത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തുഷാറിനുണ്ടായിട്ടുള്ള അതൃപ്തിക്ക് കാരണം കേന്ദ്രതലത്തിലുള്ള വിഷയങ്ങളാണെന്നാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. തുഷാറുമായി കേന്ദ്ര നേതൃത്വം തന്നെ ചർച്ച നടത്തുമെന്നും സംസ്ഥാന നേതാക്കൾ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി ഉപേക്ഷിക്കുന്ന നടപടി ഉണ്ടാകില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി ദേശീയ നേതൃത്വത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും സംസ്ഥാന നേതാക്കൾ അവകാശപ്പെട്ടു. BJPയോട് ആരും പിന്തുണ ആവശ്യപ്പെട്ടതല്ല, ഞങ്ങൾ അങ്ങോട്ട് BJP പിന്തുണ അവർക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് അവരോടൊപ്പം ഇഴുകിച്ചേരുകയാണ് ഉണ്ടായിട്ടുള്ളത്. BDJSോ മറ്റ് NDAയിലെ കക്ഷികളോ അങ്ങനെ ഒരു മീറ്റിംഗ് കൂടി ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത് അതിൻ്റെ സംഘാടകരെ അവരെ ക്ഷണിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം തന്നെ എനിക്കറിയില്ല. അതേസമയം വനിതാ മതിലിൽ പ്രവർത്തകർക്ക് പങ്കെടുക്കാമെന്ന തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രഖ്യാപനത്തെ പുതിയ തുടക്കമായിട്ടാണ് CPM കാണുന്നത്. തുഷാറിനെ അനുനയിപ്പിക്കാൻ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ ശ്രമിക്കുന്നതും ഇതിന്റെ ഭാഗമായിട്ടാണ്. BDJSും ആ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് കരുതുന്ന പ്രസ്ഥാനമായതുകൊണ്ടാകാം നിശ്ചയമായിട്ടും ഈ വനിതാ മതിലിൽ പങ്കെടുക്കാനുള്ള അവരുടെ താല്പര്യം അറിയിച്ചിട്ടുള്ളത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് വനിതാ മതിലിലേക്ക് BDJSനെ സ്വാഗതം ചെയ്യുന്നത്. BDJSന്റെ നിലപാടിനെ ആശങ്കയോടെയാണ് കോൺഗ്രസും നോക്കിക്കാണുന്നത്. NDAയിൽ തുടരുന്നതിനേക്കാൾ BDJS ഇടതുമുന്നണിയിൽ എത്തുന്നതിനെയാണ് കോൺഗ്രസ് ഭയപ്പെടുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക് ന്യൂസ് 18.